ഗുഡ് മോർണിംഗ് എവരി വൺ. കളങ്കാവൽ സിനിമ കണ്ടായിരുന്നു. സാധാരണ മൂവികൾ മമ്മൂക്കയുടെ മൂവി കണ്ടു കഴിഞ്ഞാൽ സ്ഥിരമായി വിളിക്കുന്നൊരു പതിവുണ്ട്. മൂവി എനിക്ക് വളരെ ഇഷ്ടമായാൽ ഞാൻ മമ്മൂക്കനപ്പം തന്നെ വിളിച്ച് മൂവിയെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം പറയുന്നൊരു ശീലം ഉള്ളതാണ്. പക്ഷേ ഈ മൂവി കണ്ടതിന് ശേഷം എന്ത് പറഞ്ഞ് വിളിക്കണമെന്നുള്ളതൊരു കൺഫ്യൂഷനായി. കാര്യം ഇത്രയും വർഷം ഞാനൊരു 10-18 വർഷമായിട്ട് മമ്മൂക്കനെ ട്രെയിൻ ചെയ്യുന്നതാണ്. മമ്മൂക്കയുടെ ഫിറ്റ്നസ് ട്രെയിനറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ. നമ്മളൊരു ഹീറോയിക് പരിവേഷത്തിൽ കാണുന്ന മമ്മൂക്കയല്ല ഇന്നലെ ഞാനവിടെ കണ്ടത്. ഒരു പക്ഷേ എന്താ പറയുന്നത്, നമുക്ക് എങ്ങനെയൊക്കെ ഒരാളിൽ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ, കാണാത്ത കാര്യങ്ങൾ എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു പ്യുവർ വില്ലനായിട്ട് വരുന്നൊരു മമ്മൂക്കയാണ് ഈ കഥാപാത്രത്തിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിനെപ്പറ്റി ഈ പടം എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു മൂവിയല്ല ഇത്. നമുക്കതൊരാളോട് ഡിസ്ക്രൈബ് ചെയ്ത് ഈ മൂവി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ മൂവി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മമ്മൂക്ക അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ പറയാനുള്ളത്. നിങ്ങളിത് പോയി കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എനിക്കതിൽ നിന്ന് മനസ്സിലായത്, ഒരുപക്ഷെ കോവിഡിന് ശേഷം മമ്മൂക്ക സെലക്ട് ചെയ്യുന്ന മൂവിയുടെ ഒരു ലൈൻ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഒരുപക്ഷെ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പം മമ്മൂക്കക്ക് ഇനിയും ഒത്തിരി വർഷങ്ങൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടി, അല്ലെങ്കിൽ മമ്മൂക്കക്ക് പേഴ്സണലി ഒത്തിരി നല്ല മൂവികൾ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട് എന്നുള്ളത് എനിക്കതിൽ നിന്ന് മനസ്സിലായി. കാര്യം ഏത് ടൈപ്പ് ക്യാരക്ടറും എനിക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റണം, അല്ലാതെ ഒരു ഹീറോ മാത്രമല്ല. എനിക്ക് നന്നായിട്ട് അഭിനയിക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അഭിനയ കഴിവുകൾ എനിക്ക് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിത് ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്നുള്ള ടൈപ്പ് ക്യാരക്ടേഴ്സാണ് മമ്മൂക്ക കൂടുതലായിട്ട് നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ടാണെങ്കിലും പറഞ്ഞു, എങ്ങനെ ഇത് ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പോയി കാണുക, ഇങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അപ്പോൾ ഒരു ട്രൂ ഇൻസ്പിറേഷനാണ് മമ്മൂക്കയുടെ ഈ ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്കും. മമ്മൂക്ക ഒരു വർഷങ്ങളായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ട്രാൻസിഷൻ, ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു യൂത്ത് ആയിട്ടുള്ള ഒരാൾ, അതല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഹീറോ, അല്ലെങ്കിൽ ഒരു നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയിൽ നിന്ന് അത് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വേറൊരു തലത്തിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കൊരു ഇവോൾവ് ചെയ്ത് നമുക്ക് തന്നെ ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാര്യം നമ്മൾ ഒരു ദിവസത്തിൽ 1-1.25 മണിക്കൂർ ഞാൻ മമ്മൂക്കയോടെ എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇനിയും ഒത്തിരി വർഷം ഈ ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്കില്ലുള്ള, നല്ല കഴിവുള്ള, നല്ല ആക്ടിങ്ങിന് നല്ല ഡെപ്തിൽ സ്കോപ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാകാം മമ്മൂക്ക ഇങ്ങനെയുള്ള റോളുകൾ തപ്പിപ്പിടിച്ചു പോയി ചെയ്യണതാണ്. ഇനി വരുന്ന കഥാപാത്രങ്ങൾ, ഇനി വരുന്ന മൂവികളെല്ലാം ഇതുക്കും മേലെ അഭിനയത്തിൻ്റെ ആ ഒരു ആംഗിളിൽ നമ്മൾ നോക്കാൻ നേരത്ത് അത്രയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു മമ്മൂക്ക നല്ല പീക്കിൽ നിൽക്കുന്ന കാലഘട്ടത്തിലും ഒരു വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഭാഗമാകാനെന്ന് നമുക്ക്. പക്ഷേ മമ്മൂക്കയും മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയിരിക്കുന്നത് തന്നെ മമ്മൂക്കക്ക് ഇഷ്ടമല്ല. മമ്മൂക്കയുടെ ആക്ടിങ് സ്കിൽസ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഈ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി മമ്മൂക്ക കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇത്രയും വർഷത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആകുന്നിടത്ത് ഇതിൻ്റെ എല്ലാ വശങ്ങളും അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മമ്മൂക്ക ഈ നാടിനോടും ഈ ഇൻഡസ്ട്രിയോടും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഗിവിങ് ബാക്ക് ടു ദ ഇൻഡസ്ട്രി. ഒരു മൂവി ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഇങ്ങനെയുള്ള മൂവീസ്. ഇതൊക്കെ ഷോക്കേസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഒത്തിരി പേരെ ഈ മൂവിയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെയും ആർട്ടിസ്റ്റുകളെയും ഡയറക്ടർമാരായിട്ടും ക്യാമറാമാൻമാരായിട്ടും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിട്ട് വരുന്ന ഒത്തിരി പേരെ ഇവർക്കൊക്കെ ഒരു വലിയ ഇൻസ്പിറേഷനാണ്. കാരണം അവർ പറയുന്നത് മമ്മൂക്കനെ പോലെ ഉള്ള ഒരാൾക്ക് വേണ്ടി ഞങ്ങൾക്കൊരു സാധനം കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, മമ്മൂക്കനെ പോലത്തെ ഒരാളെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം മമ്മൂക്ക ഒരു ഗിവിങ് ബാക്ക് ടു ദ മൂവി ഇൻഡസ്ട്രിയാണ് ഈ മൂവി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പോയി കാണുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആംഗിളിൽ പറയുന്നതല്ല. ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ അവരുടെ എഫേർട്ട് ചെയ്യാൻ നേരത്ത് ആ എഫേർട്ട് നമ്മൾ മനസ്സിലാക്കി അത് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ
നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലകളിലും നിങ്ങൾക്കും ഇതുപോലെ എക്സൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഡു വാച്ച് ദിസ് മൂവി. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഞാൻ എല്ലാ മൂവിയും ഞാൻ പറഞ്ഞ പോലെ ഞാൻ കഴിയുമ്പോൾ മമ്മൂക്കനെ വിളിച്ച് എൻ്റെ ഒരു ആവേശവും ഇതൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഗുഡ് നൈറ്റ്, നാളെ വർക്കൗട്ടിന് വരുമ്പോൾ നമുക്ക് ബാക്കി പറയാം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മമ്മൂക്കനെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, എനിക്കിത് എങ്ങനെ പറയണം, എവിടെ പറയണം എന്ന് ഈ മൂവി മനസ്സിലാകുന്നില്ല. കാര്യം അതുപോലെ ഉള്ളൊരു ക്രാഫ്റ്റിംഗ് ആണ് ഈ മൂവിയിൽ മമ്മൂക്കയും ആ ടീമും ഡയറക്ടറിനും ബിഗ് സല്യൂട്ട്. മമ്മൂക്കനെ ഇത്രയും നന്നായിട്ട് പ്ലേസ് ചെയ്തത് വളരെ നല്ലൊരു അത് എല്ലാ സാധനവും നമുക്ക് അതിൻ്റെ അകത്ത് ആ മൂവി ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവണമെന്നില്ല. 1-2 പ്രാവശ്യം കണ്ടാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പല മൈന്യൂട്ടായിട്ടുള്ള ഒത്തിരി എലമെൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ഒരു 1-2 പ്രാവശ്യം കണ്ടാൽ മാത്രമേ അത് മനസ്സിലാകൂ പോലും ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു ദ ടീം കളങ്കാവൽ. താങ്ക് യു.